ഈശ്വരൻ ഒരു കുഞ്ഞിനെ നമുക്ക് തരുമ്പോ അതീവ രഹസ്യമടങ്ങിയ ഒരു വിത്തുള്ള ഒരു സൃഷ്ടിയെയാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതിനാണ് നമ്മൾ ടാലന്റ് എന്ന് പറയാം. ടാലന്റ് ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. പക്ഷേ ടാലന്റ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നല്ല കൂരിരുട്ടുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ സ്വർണത്തിന്റെ ഒരു വിളക്കുണ്ടായിട്ട് എന്താ കാര്യം? എന്റെ കയ്യിൽ സ്വർണത്തിന്റെ വിളക്കുണ്ട് എന്നൊരാൾ പറഞ്ഞിട്ട് എന്താണ് കാര്യം? അത് കത്തിക്കണ്ടേ? ടാലന്റ് എന്ന് നമ്മൾ പറയണ കഴിവ്, പ്രതിഭ എന്നൊക്കെ പറയൂലേ, അതാണ് ഈ സ്വർണത്തിന്റെ വിളക്ക് എന്ന് പറയുന്നത്. പക്ഷെ അത് കത്തിക്കാതെ കൂരിരുട്ടിലൂടെ നടന്ന പതിനായിരക്കണക്കിനോ കോടിക്കണക്കിനോ മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. ടാലന്റ് ഈശ്വരൻ തരുന്നതാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഒരാൾ അയാളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു എഫേർട്ട് ഇടുമ്പോഴേ ആ ടാലന്റിന് അർത്ഥം ഉണ്ടാകുന്നുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാള് ബാക്ക് പെയിൻ ഉണ്ടായിട്ട് ഒരു ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോയി. ആയുർവേദ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ഇങ്ങനെ എഴുതിയത് ഇയാൾക്ക് ഉഴിച്ചിൽ വേണം എന്നാണ് എഴുതി വെച്ചത്. ഈ രോഗിയെ പരിശോധിക്കുന്നു, ഇയാൾക്ക് ഉഴിച്ചിൽ വേണമെന്ന് എഴുതുന്നു. അതിനുവേണ്ടി ആ ഡോക്ടർ ചെലവഴിച്ചത് ഒരു 5-10 മിനിറ്റാണ് ആകെ. ഇനി ആരാണ് ഈ ഉഴിച്ചിൽ നടത്തുക? അത് ഡോക്ടർ നടത്തില്ല, അത് വേറെ ആൾക്കാരെ നടത്തുക. രാവിലെ 5:30 അവരവിടെ വരും. രാവിലെ 6 മണി മുതൽ 7 മണി വരെയാണ് ഈ ഉഴിച്ചിൽ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടുള്ള പരിപാടിയാണ്. ഇത് ചെയ്യുന്ന ആളാണെങ്കിലും ഈ രോഗിയാണെങ്കിലും കഷ്ടപ്പെടണം. 5:30 മണിക്ക് വന്ന് ഇത്രയും കഷ്ടപ്പാടുള്ള ഈ ജോലി ചെയ്യുന്ന ഈ ചേച്ചിമാർക്ക് അല്ലെങ്കിൽ താത്തമാർക്ക് ആകെ കിട്ടുന്ന ശമ്പളം എത്രയാണെന്നറിയോ? ഏറി വന്നാല് ഒരു 15,000-20,000 രൂപയുണ്ട്. ഈ രോഗിയെ കുറച്ചു നേരം ഇങ്ങനെ പരിശോധിച്ചിട്ട് ഈ രോഗിക്ക് ഉഴിച്ചിൽ വേണം എന്ന് എഴുതാൻ മാത്രം ഒരു 5-10 മിനിറ്റ് സമയം ചെലവഴിച്ച ഡോക്ടർക്ക് ഉള്ള ശമ്പളം എത്ര ഇരിക്കുന്നറിയാം? ചുരുങ്ങിയത് 1,00,000 രൂപയായിരിക്കും. ഇത് നീതിയാണോ? ഒരു സംശയമല്ല, ശരിയാണ്. ഒരു നീതികേടും ഇല്ല അതിൽ. കാരണം ആ ആശുപത്രിയിൽ ഡോക്ടർ എന്ന് എഴുതിയ ആ മുറിയുടെ അകത്ത് തന്റെ പേരെഴുതിയ ആ നെയിം ബോർഡിന്റെ പിറകെയുള്ള കസേരയിൽ വന്നിരിക്കാൻ വേണ്ടി ആ ഡോക്ടർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നറിയോ? എത്ര രാവുകൾ ഉറക്കമൊഴിച്ചിട്ടുണ്ടാകുമെന്നറിയോ? എത്രയെത്ര പ്രിയപ്പെട്ട നിമിഷങ്ങളെ ബലി കൊടുത്തിട്ടുണ്ടാകുമെന്നറിയോ? എത്ര രാവുകളെ പകലാക്കി കട്ടിയുള്ള പുസ്തകങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ടാകുമെന്നറിയോ? അയാൾ ഒരു കാലത്ത് അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച സമയത്ത് ഈ ചേച്ചിമാരും താത്തമാരും ഒക്കെ സുഖമായിട്ട് കിടന്നുറങ്ങിയിരിക്കും. അദ്ദേഹം അന്ന് കഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് കഷ്ടപ്പാടൊന്നുമില്ല. ഇവരന്ന് സുഖമായിട്ട് കിടന്നുറങ്ങിയത് കൊണ്ട് ഇവർക്ക് ഇന്നും കഷ്ടപ്പാടാണ്. ഇതാണ് എഫേർട്ട് എന്ന് പറയുന്നത്. ചിലപ്പോ ഈ ഡോക്ടറെക്കാളും കഴിവും പ്രതിഭയുള്ള ആളുകളായിരിക്കും അവര്. പല കാരണങ്ങളാൽ അവർക്കതിന് സാധിച്ചില്ല. പറഞ്ഞത് എത്രയേ ഉള്ളൂ, ദൈവം എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കഴിവ്, ഒരു ടാലന്റ്, ഒരു വിത്ത് നമുക്കൊക്കെ അറിയാം. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരാൾ അതിന് മൂർച്ച കൂട്ടുന്നുണ്ടോ? ആ അവസരങ്ങൾക്കനുസരിച്ച് തന്റെ എഫേർട്ട് ഇടുന്നുണ്ടോ? അതിനനുസരിച്ചായിരിക്കും അയാളുടെ ജീവിതം മാറി മറിയുന്നത്.